ഹായ് ഫ്രണ്ട്സ്, നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരടിപൊളി മസാല മിക്സ്ചറാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നമ്മുടെ വീട്ടിൽ അല്പം പൊരി ഇരിപ്പുണ്ടെങ്കിൽ എളുപ്പത്തിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് മാത്രം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. പിന്നെ സ്കിന്നോട് കൂടിയിട്ടുള്ള വെളുത്തുള്ളി അല്ലി 3 ചതച്ചിട്ട് കൊടുക്കണേ. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള നമ്മുടെ പൊരിയാണ് 1.5 കപ്പ് അളവിൽ ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ പറ്റും. വെറും 2-3 മിനിറ്റ് മാത്രം ഇതൊന്ന് വറുത്തെടുക്കേണ്ടതേ ഉള്ളൂ. അപ്പോൾ ഇത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് വേണ്ടത് വറുത്തെടുത്തിട്ടുള്ള കപ്പലണ്ടിയാണ്. 1/2 കപ്പോ 1/4 കപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത്രയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. കാശ്മീരി റെഡ് ചില്ലി പൗഡർ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണേ. മിക്സർ ആകുമ്പോൾ അത്യാവശ്യം എരിവും വേണമല്ലോ. ഇനി 1/4 ടീസ്പൂൺ ക്യുമിൻ സീഡ് പൗഡർ, അതായത് ചെറിയ ജീരകം പൊടിച്ചിട്ടുള്ളതും അല്പം കായം പൊടിയും പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇനി ഇതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. ഫൈനലി ഈ പഞ്ചസാര കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൈ വെച്ചിട്ട് ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഇനി നിങ്ങൾക്ക് നല്ല സ്പൈസി ആയിട്ടാണ് കഴിക്കാൻ ആഗ്രഹമെങ്കിൽ അങ്ങനെയും കഴിക്കാം. അപ്പോൾ ഇതേ നമ്മുടെ മസാല മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടുള്ള കട്ടൻ ചായയുടെ കൂടെ അടിപൊളി ടേസ്റ്റാണ്. മുളക് പൊടിയും പഞ്ചസാരയും എല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ ഒരു പ്രത്യേക രുചിയാട്ടോ. ഇനിയെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ പൊരി വാങ്ങുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ മാക്സിമം കുറച്ചിട്ടാണ് നിങ്ങളുമായി ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.